ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ജൂലൈ 15 തൊട്ട്, അതായത് മറ്റന്നാൾ മുതൽ യൂട്യൂബിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്ക് പോലും ഈ മാറ്റങ്ങൾ വളരെയധികം ബാധിക്കുന്നതാണ്. നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന വീഡിയോകളോ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ മാത്രം ഇട്ടിട്ട് വീഡിയോ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറയണു. അതായത് കോപ്പി അടിച്ച് മറ്റുള്ളവരുടെ വീഡിയോകളൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഓരോ മേഖലയുള്ള ഇതിനൊക്കെ അനിവാര്യമായ മാറ്റങ്ങൾ എപ്പോഴും അത്യാവശ്യമാണ്. അത് ദിവസവും ഒരേപോലെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ അത് എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ മാറ്റം എല്ലാ കാര്യത്തിലും, അത് നമ്മുടെ ജീവിതത്തിലായാലും എല്ലാം ഓരോ മാറ്റങ്ങൾ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കുറേ ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ സ്വന്തമായിട്ടല്ലാണ്ട് മറ്റുള്ളവരുടെ കണ്ടൻറ്റുകളൊക്കെ കോപ്പി അടിച്ചിട്ട് അതേപോലെ അല്ലെങ്കിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടിട്ടാലും അതൊക്കെ നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കുന്നതാണ് പറയണത്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് ഈ ഓരോ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ പല സ്ഥലത്തേക്കും ജോലിക്ക് പോകാനോ ഒന്നും പുറത്തേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പ്രായമായ ഒരു വീട്ടിലുള്ള ആൾക്കാരോ. അപ്പോൾ അവർക്കൊന്നും പുറത്തേക്ക് പോയി ജോലി ചെയ്യാനോ ചെറിയ വരുമാനമെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല ജോലിക്ക് പോയിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഓരോ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓരോ വീട്ടമ്മമാരും ഓരോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ തന്നെ, എനിക്ക് പുറത്ത് പോയി ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. എൻ്റെ കാലും അസുഖമില്ലാത്തതാണ്. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എനിക്കൊരാളുടെ സഹായം വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു 9 മാസമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ കഥ പറയണ ചാനലാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ നേരിട്ട് കഥ പറയാറുണ്ട്. പിന്നെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള കഥകളാണ് നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പിൽ മെറ്റ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് പക്ഷിയുടെ മൃഗങ്ങളിലൊക്കെ ചിത്രം എടുത്തിട്ട് ഞാൻ കഥയിൽ കൂട്ടിച്ചേർത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കഥ പറയാറ്. ഇനിയിപ്പോൾ അതൊക്കെ ദോഷങ്ങളായി തീരുന്നതാണ് പറയേണ്ടത്. എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തംകുളത്തിപ്പടാന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ. വീട്ടിലിരുന്ന് ബോറടിച്ച് നമുക്കും എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടിയാൽ നല്ലതായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇത് ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ മാറ്റങ്ങൾ വരിക. അപ്പോൾ അതിനൊത്ത് നമുക്ക് ചെയ്യാനുള്ള അറിവോ യൂട്യൂബിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ഈ മെറ്റായി എന്നുള്ളത് വാട്സപ്പിലത്തെ ഇതിൽ നിന്നെടുത്ത് ചിത്രങ്ങളൊക്കെ ഞാനിങ്ങനെ കഥ പറയാനെടുക്കുന്നുണ്ട്. അതെന്തെങ്കിലും ദോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ കമൻറ്റ് ബോക്സിലൂടെ മറുപടി പറയണം കേട്ടോ. പിന്നെ ഞാൻ കുറേ നാളായിട്ട് കുക്കിങ്ങും തുടങ്ങുന്നുണ്ട്. അത് ഞാൻ പിന്നെ ആരെയൊന്നും കോപ്പി അടിച്ചിട്ട് ചെയ്യണതോ അതൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് പാചകം ചെയ്യുന്നതും അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാം ഈ കമൻറ്റ് ബോക്സിൽ കൂടെ പറയണം. മാറ്റങ്ങൾ യൂട്യൂബിൽ വന്നത് നല്ല കാര്യങ്ങളാണോ അതോ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയണം. വലിയ വലിയ യൂട്യൂബർമാർക്ക് അവർക്ക് പിന്നെ എല്ലാവിധ അറിവുകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യും. പുതിയതായിട്ട് വന്ന അറിവില്ലാത്ത ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കാണ് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ ഞാനും ഈ ഷോർട്സിലൊക്കെ ഈ വീഡിയോകളൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ വാട്സപ്പിൽ വന്നിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ വേറെ പാട്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. അതും ദോഷമായിട്ട് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അതിനെല്ലാം മോണിറ്റൈസേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയണത്. അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് ഒക്കെ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടർന്നുകൊണ്ട് പോവുകയാണ്. പല പ്രാവശ്യം വിചാരിച്ചു ഇത് നിർത്തിയാലോ എന്ന്.
അങ്ങനെ ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ട്. ഇതിലത്തെ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാര്യമൊന്നും ഉണ്ടാവില്ല, എത്ര കൊല്ലം കാത്തിരുന്നാലും നമുക്ക് മോണിറ്റൈസേഷനൊന്നും ആവില്ല എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. ഞാനും അതുപോലെ വിചാരിക്കുന്നുണ്ട് ചില സമയത്ത്. അപ്പോൾ എല്ലാവരും നിരാശപ്പെടാണ്ട് യൂട്യൂബ് ചാനൽ തുടർന്നുകൊണ്ട് പോവുക. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക എല്ലാവരും. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി എഴുതണം കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോയുമായി ഞാൻ പിന്നെ വരാം. അതുവരെ ടാറ്റ ബൈ ബൈ.